റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ ശസ്ത്രക്രിയ മുടങ്ങും. ഇന്നു മുതൽ 10 ദിവസത്തേക്കാണ് മുഴുവൻ ശസ്ത്രക്രിയകളും മുടങ്ങുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള ശുചീകരണത്തിന്റെ ഭാഗമായാണ് ക്രമീകരണം. അടിയന്തര സാഹചര്യമുണ്ടായാൽ രോഗികളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യും. സാധാരണക്കാരെ ബാധിക്കുമെങ്കിലും മറ്റ് നിർവാഹമില്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ടോമി മാപ്പലാക്കിയിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 8-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററുള്ളത് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികൾക്ക് അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡാമേജുകൾ വന്നിട്ടുള്ളത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇത് പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുമാണ്. ഒരു തിയേറ്ററേ ഉള്ളൂ. അതുകൊണ്ട് പകരം സംവിധാനം മൈനർ ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണെങ്കിലും മേജർ ഓപ്പറേഷനുകളാണെങ്കിൽ ചെയ്യാൻ ഇവിടെ സൗകര്യമില്ല. സിസേറിയൻ, അപ്പൻഡിസൈക്ടമി തുടങ്ങിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുന്ന ഓപ്പറേഷനുകളൊക്കെ ഈ ദിവസങ്ങളിൽ റെഫർ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. നമുക്ക് വേറെ മാർഗങ്ങളില്ല. അങ്ങനെ അവസരം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, ഈ മെയിൻ്റനൻസ് തിയേറ്ററിന് മാത്രമാണോ ശസ്ത്രക്രിയകൾ മുടങ്ങാത്ത ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് അവിടെ പകരം ക്രമീകരണം ഒരുക്കാൻ കഴിയില്ല എന്നതാണോ പറയുന്നത്? സുജയ പാർവതി, മലയോര മേഖലയിലെ ഏക ആശ്രയമാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ആ ആശുപത്രിയിലാണ് ഇന്നു മുതൽ 10 ദിവസത്തേക്ക് മുഴുവൻ ശസ്ത്രക്രിയകളും മുടങ്ങാൻ പോകുന്നത്. അതായത് പ്രിൻസിപ്പൽ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ചില ശുചീകരണ പ്രവർത്തികൾ നടത്തേണ്ടി വരും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ വർഷവും ഇത്തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്താറുണ്ട് എന്നതാണ് വിശദീകരണം. പക്ഷേ ചെറുതും വലുതുമായ മുഴുവൻ ശസ്ത്രക്രിയകളും മുടങ്ങുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറയുന്നതനുസരിച്ച് പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ മറ്റ് സംവിധാനങ്ങളില്ല. അത്തരത്തിൽ ആവശ്യം വരികയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആളുകളെ റെഫർ ചെയ്യുക മാത്രമാണ് ഏക പോംവഴി എന്നാണ് പറയുന്നത്. അതേസമയം 10 വർഷമായി മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതുവരെ ഒറ്റ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5-ലധികം വിഭാഗങ്ങളുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ. അപ്പോഴും ജില്ലാ ആശുപത്രിയിലായിരുന്നപ്പോൾ ഉണ്ടായ അതേ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇപ്പോഴും ഈ ഓപ്പറേഷൻ എല്ലാം നടന്നു വരുന്നത്. എന്താണെങ്കിലും ആളുകളെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എത്തരത്തിൽ ഏതൊക്കെ ആളുകളെ ബാധിക്കുമെന്ന കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. സുജയ. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.